ഹലോ എവ്രി വൺ. ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും എന്ന പാഠഭാഗത്തിന്റെ 2ാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പൊ ആദ്യത്തെ പാർട്ട് കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഒരു ചാലകത്തിലൂടെ അല്ലെ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി ഇങ്ങനെ പ്രവഹിക്കുകയാണെങ്കിൽ എന്താണ്, ആ ചാലകത്തിൽ എന്തുണ്ടാവും, ഒരു താപം ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. അതാണ് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു ചാലകത്തിലൂടെ പ്രവഹിക്കുന്നുണ്ടെങ്കിൽ താപം ഉണ്ടാവുന്നുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ന് നോക്കാൻ പോകുന്നത് ഈ താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. 5 സെന്റിമീറ്റർ നീളമുള്ള നിക്രോം കമ്പി, 6 വോൾട്ട് ബാറ്ററി എലിമിനേറ്റർ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രം 5.4 കാണിച്ചിരിക്കുന്നത് പോലെ സർക്യൂട്ട് നിർമ്മിക്കുക. ഒരു ബോയിലിംഗ് ട്യൂബിൽ 20 മില്ലി ലിറ്റർ ജലം എടുക്കുക. അതിലേക്ക് നിക്രോം കമ്പിയും ഒരു തെർമോമീറ്ററും താഴ്ത്തി വെക്കുക. റിയോസ്റ്റാറ്റ് ക്രമീകരിച്ച് കറണ്ട് വ്യത്യാസപ്പെടുത്തി ഓരോ 2 മിനിറ്റിന് ശേഷവും താപനില പട്ടിക 5.2 രേഖപ്പെടുത്തും. ഓരോ തവണയും ബോയിലിംഗ് ട്യൂബിൽ ജലം മാറ്റിയെടുത്താണ് പരീക്ഷണം ആവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ബോയിലർ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് പോലത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അതിൽ എത്ര വെള്ളമാണ് നിറച്ചിട്ടുള്ളത്? 20 മില്ലി ലിറ്റർ ഓഫ് വാട്ടർ, 20 മില്ലി ലിറ്റർ വെള്ളമാണ് ഇവിടെ നിറച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇതാണ് നമ്മളുടെ നിക്രോം കമ്പി. ഓക്കെ, ഇതാണ് നമ്മളുടെ നിക്രോം കമ്പി. ഓക്കെ, ഈ നിക്രോം കമ്പിന്റെ ഒരു വശം ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ബാറ്ററിന്റെ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ വശം എന്തുമായിട്ടാണ് കണക്ട് ചെയ്തത്? എ എന്താണ്, അമ്മീറ്ററുമായിട്ടാണ് കണക്ട് ചെയ്തത് അല്ലെ. പിന്നെ ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സാധനമാണ് ഇത് നമ്മളുടെ റിയോസ്റ്റാറ്റ്. ഓക്കെ, പിന്നെ എന്തുണ്ട്? അമ്മീറ്ററും ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഒരു തെർമോമീറ്റർ കാണാനായിട്ട് പറ്റും. തെർമോമീറ്ററിന്റെ ഉപയോഗം എന്താ? തെർമോമീറ്റർ നമ്മൾക്ക് താപം അളക്കാൻ വേണ്ടിയിട്ട് അല്ലെ. എത്രയാണ് നമുക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മളുടെ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യും അല്ലെ. ആ തെർമോമീറ്റർ അല്ല, ഇത് വേറെ തെർമോമീറ്റർ ആണ്. അതുപോലെയുള്ള തെർമോമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളത്തിൽ ഡിപ്പ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ റിയോസ്റ്റാറ്റിന്റെ ഉപയോഗം എന്താ? റിയോസ്റ്റാറ്റിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരോ സമയത്തിലും എന്താണ്, നമ്മളിവിടെ കറണ്ട് അല്ലെ, അമ്മീറ്ററിലേക്ക് ഒരു കറണ്ട് പോകും അല്ലെ. ആ ഒരു കറണ്ടിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് ഉള്ളത്. റിയോസ്റ്റാറ്റിന്റെ മേൽഭാഗം നമുക്ക് ഇങ്ങനെ നീക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നീക്കുക എന്നുള്ള അർത്ഥം എന്താണ്? റെസിസ്റ്റൻസ്, പ്രതിരോധം കൂട്ടുക, പ്രതിരോധം കുറക്കുക, ആ ഒരു രീതിയിലാണ് എന്ത്, നമുക്കിവിടെ കറണ്ടിനെ വ്യത്യാസപ്പെടുത്താനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എക്സ്പെരിമെന്റിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഈ പട്ടികയാണ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. പരീക്ഷണം ആരംഭിക്കുന്നതിന് മുൻപ് ജലത്തിന്റെ താപനില അല്ലെ, പരീക്ഷണം ആരംഭിക്കുന്നതിനേക്കാൾ മുന്നേ അല്ലെ, നമ്മൾ കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ജലത്തിന്റെ താപനില എത്രയായിരിക്കും? 28 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. കാരണം എന്താ, നമ്മളുടെ റൂം ടെമ്പറേച്ചർ അല്ലെ, നമ്മുടെ സാധാരണ ഉള്ള താപനില അതാണ് എന്ത്, 28 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പരീക്ഷണം ആരംഭിക്കുന്നതിന് മുൻപ് ജലത്തിന്റെ താപനില ഉണ്ടാവാം. ഇനി എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? നമ്മളുടെ റിയോസ്റ്റാറ്റ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കറണ്ട് 0.5, 1, 1.5 എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 0.5, 1, 1.5 എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അത് നമ്മളുടെ റിയോസ്റ്റാറ്റ് വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, റിയോസ്റ്റാറ്റ് വെച്ചിട്ട് നമുക്ക് കറണ്ടിനെ ഓരോ മിനിറ്റിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെ വ്യത്യാസപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കറണ്ട് 0.5 ആക്കി വെച്ചെന്ന് വിചാരിക്കാം. 0.5 ആക്കി വെച്ചപ്പോൾ നമുക്ക് ഏകദേശം സപ്പോസ് ഒരു വാല്യൂ ആണ് 31 ഡിഗ്രി സെൽഷ്യസ് കിട്ടിയെന്ന് വിചാരിക്കാം. ഈ താപനില നിങ്ങൾ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടിയിട്ട് ഒരു വാല്യൂ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ 0.5 31 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കും. പിന്നെ കറണ്ട് മാറ്റി
1 ആംപിയർ ആക്കിയെന്ന് വിചാരിക്കും. 1 ആംപിയറിൽ 38 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കും. കറണ്ട് മാറ്റി 1.5 ആംപിയറിൽ നമുക്ക് 46 ഡിഗ്രി സെൽഷ്യസും കിട്ടിയെന്ന് വിചാരിക്കും. ഇത് ജസ്റ്റ് റഫ് എസ്റ്റിമേറ്റ് ആണ്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വാല്യൂ കിട്ടുക. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ചെയ്ത് തരുമെങ്കിൽ നിങ്ങൾക്ക് ഇത് അന്നേരം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വാല്യൂ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്ക്, കറണ്ട് കൂടും തോറും 0.5 1 ആയി 1.5 ആയി അല്ലെ. അപ്പൊ കറണ്ട് കൂടും തോറും ഇവിടെ താപനിലയ്ക്ക് എന്താ സംഭവിക്കുന്നത്? താപനില കൂടിക്കൂടിയാണ് വരുന്നത് അല്ലെ. കറണ്ട് കൂടും തോറും 0.5-ന് 31 1-ന് 38 1.5-ന് 46 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. അപ്പൊ കറണ്ട് കൂട്ടും തോറും താപനിലക്ക് എന്താ സംഭവിക്കുന്നത്? താപനില വർദ്ധിച്ച് അല്ലെങ്കിൽ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ആദ്യത്തെ ഘടകം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ ഘടകം എന്താണ് നമുക്ക് പറയാം? കറണ്ട് അല്ലെ. കറണ്ട് ഏത് ലെറ്റർ വെച്ചാ ഡിനോട്ട് ചെയ്യാറ്? ഐ വെച്ചാണ് ഡിനോട്ട് ചെയ്യാറ് അല്ലെ. കറണ്ട് കൂടുകയാണെങ്കിൽ അല്ലെ, കറണ്ട് കൂടുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ചൂട് കൂടുന്നുണ്ട് അല്ലെ. ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ താപനില വർദ്ധിക്കും അല്ലെ. ഇപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ഒരു ബീക്കറിലാണ് നിക്രോം വയറിനെ കൊണ്ടുപോയിട്ടത് അല്ലെ. ഇതാണ് നിക്രോം വയർ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഒരു 0.5 കറണ്ട് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു കറണ്ടിന് ഒരു താപം ഉണ്ടാവും അല്ലെ. ആ താപം കൊണ്ട് എന്ത് ചെയ്യും? ഈയിലുള്ള 20 ml വെള്ളത്തിന് എന്ത് സംഭവിക്കും? ചൂട് പിടിക്കും അല്ലെ. ഇനി കറണ്ട് 0.5 എന്നുള്ളത് മാറ്റി എത്രയാക്കി? 1 ആക്കി അല്ലെ. 1 ആക്കിയപ്പോഴോ കൂടുതൽ കറണ്ടാണ് ഈ നിക്രോം വയറിലൂടെ പോകുന്നത് അല്ലെ. അപ്പോൾ കൂടുതൽ ചൂട് കൂടുതൽ ചൂട് ഈ നിക്രോം കമ്പി ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ എന്താ? ഈ വെള്ളത്തിന്റെ ചൂട് ഒന്നും കൂടി വർദ്ധിക്കുക അല്ലെ. താപനില ഒന്നും കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാനായിട്ട് പറ്റും, കറണ്ട് അല്ലെ, കറണ്ട് കൂട്ടുകയാണെങ്കിൽ താപനിലയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? താപനില എന്താണ് ചെയ്യുന്നത്? താപനിലയും വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ഒരു ഘടകം ആരാണ്? കറണ്ട് ആണ്. ആദ്യത്തെ ഘടകം ആരാണ്? കറണ്ട് ആണ്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ രണ്ടാമത്തെ ഘടകം നോക്കുന്നുണ്ട്. അതിനു മുന്നേ ഇവിടെ വേറെ കുറച്ച് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതും കൂടി വായിച്ചു നോക്കാം. അപ്പൊ പട്ടിക 5.2 വിശകലനം ചെയ്യുമ്പോൾ കറണ്ട് കൂടുന്നതനുസരിച്ച് ജലത്തിന്റെ താപനിലയും വർദ്ധിക്കുന്നതായി മനസ്സിലായല്ലോ അല്ലെ. ഇവിടെ നമ്മൾ 0.5 കൊടുത്ത് 1 കൊടുത്ത് 1.5 കൊടുത്ത് അല്ലെ. കറണ്ട് കൂട്ടും തോറും താപനില എന്താണ് ചെയ്യുന്നത്? വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു നിശ്ചിത അളവ് 20 ml ജലത്തിലൂടെയല്ലേ വൈദ്യുതി കടത്തിവിട്ട് ചൂടാക്കിയത്? യെസ്, ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ 20 മില്ലി ലിറ്റർ മാറ്റുന്നുണ്ടോ? ഇല്ല, അളവ് എത്ര തന്നെയാണ്? 20 ml തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോ ജലത്തിലൂടെയല്ലേ വൈദ്യുതി കടത്തിവിട്ട് ചൂടാക്കിയത്? യെസ്, ജലത്തിലൂടെയാണ് നമ്മൾ വൈദ്യുതി കടത്തിവിട്ടിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ചൂടാക്കിയിട്ടുള്ളത്. അപ്പോ ഒരു നിശ്ചിത അളവ് ജലത്തിന്റെ താപനില വർദ്ധിക്കണമെങ്കിൽ അതിന് കൂടുതൽ താപം ലഭിക്കേണ്ടതുണ്ട് അല്ലെ. ഒരു നിശ്ചിത അളവ് ജലത്തിന്, ഈ ഒരു ജലത്തിന് എന്താണ്? താപനില വർദ്ധിപ്പിക്കണമെങ്കിൽ അല്ലെ, താപനില വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് കൂടുതൽ താപം കിട്ടണം അല്ലെ. കൂടുതൽ താപം കിട്ടണം. അതിനാൽ താപം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് പദാർത്ഥത്തിന്റെ താപനിലയും വർദ്ധിക്കും അല്ലെ. എന്താണ് ഈ ഒരു അല്ലെ, ഇവിടെയുള്ള ഒരു താപം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താ ഈ ഒരു നമ്മളുടെ പദാർത്ഥം എന്താ ഇത് അല്ലെ. ഈ ഒരു പദാർത്ഥത്തിന്റെ താപനിലയും വർദ്ധിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അതായത് കറണ്ട് കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന താപവും വർദ്ധിക്കും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. എന്താണ്? കറണ്ട് കൂടുമ്പോൾ എന്നാ ഉൽപ്പാദിപ്പിക്കുന്ന താപവും വർദ്ധിക്കും. കറണ്ട് കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന താപവും എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ നമ്മളുടെ പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഘടകമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റിയോസ്റ്റാറ്റ് ക്രമീകരിച്ച് കറണ്ട് 1 ആംപിയർ ആയി നിലനിർത്തുക. ഓരോ 2 മിനിറ്റിലും ജലത്തിന്റെ താപനില പട്ടിക 5.3 രേഖപ്പെടുത്തുക. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കറണ്ട് മാറ്റിക്കൊടുത്ത് അല്ലെ. കറണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് ഒക്കെ ക്ലോസ് ചെയ്തു. നേരത്തെയും സ്വിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറണ്ട് എത്രയാക്കിയിട്ടുണ്ട്? കറണ്ട് 1 ആംപിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, കറണ്ട് 1 ആംപിയർ ആക്കി വെച്ചിട്ട് ഓരോരോ സമയത്തിലും, അതായത് 0 സെക്കൻഡില് 2 സെക്കൻഡില് 4 സെക്കൻഡില് 6 സെക്കൻഡില്, അതായത് ഓരോ സെക്കൻഡ് അല്ലെ
0 സെക്കൻഡില്, 2 സെക്കൻഡില്, 4 സെക്കൻഡില്, 6 സെക്കൻഡില്, ഈ ഓരോ സെക്കൻഡിലുള്ളയും എന്താണ് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ളത്? താപനിലയാണ് മെഷർ ചെയ്തത്. എന്തുകൊണ്ടാണ് മെഷർ ചെയ്തത്? നമ്മളുടെ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു താപനില മെഷർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം അല്ലെ 0 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? തുടങ്ങുമ്പോഴുള്ള താപം അല്ലെ, അത് നമുക്കറിയാം എന്താണ്? റൂം ടെമ്പറേച്ചർ അല്ലെ, അത് എത്രയാണ്? 28°C ആണ്. ഇനി അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും താപനില എന്തായിട്ടുണ്ട്? താപനില വർദ്ധിച്ച് 31°C ആയി. പിന്നെ വേണമെങ്കിൽ 38°C, പിന്നെ 46°C, അങ്ങനെ 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 പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? സമയം കൂടും തോറും അല്ലെ, 0, 2, 4, 6 അല്ലെ, സമയം കൂടും തോറും ഈ താപത്തിന് എന്താ സംഭവിക്കുന്നത്? താപനിലയ്ക്ക് എന്താ സംഭവിക്കുന്നത്? താപനില കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്താണ് ഇവിടെ? സമയം കൂടും തോറും അല്ലെ. എന്തിന്റെ സമയമാണ് കൂടുന്നത്? കറണ്ട് അല്ലെ, കറണ്ട് പ്രവഹിക്കുന്ന അല്ലെ, കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉള്ള സമയം കൂടും തോറും താപനിലയ്ക്ക് എന്താ സംഭവിക്കുന്നത്? താപനില കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുത്തെ വാല്യൂ എന്താണ്? ഞാൻ വെറുതെ എടുത്തതാണ്, ഇങ്ങനൊന്നും ആയിരിക്കൂല കിട്ടുക. എന്തായാലും നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തന്നതാണ്. ഈ ഒരു വാല്യൂ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് രണ്ടാമത്തെ പോയിന്റ് കിട്ടി. എന്താണ്? കറണ്ട് അല്ലെ, ഒരു ചാലകത്തിലൂടെ കറണ്ട് പോകുന്ന സമയം അല്ലെ, കറണ്ട് പ്രവഹിക്കുന്ന സമയം കൂട്ടുകയാണെങ്കിൽ എന്ത് കൂടുന്നത് കാണാനായിട്ട് പറ്റും? താപനില വർദ്ധിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ 2 പോയിന്റുകളെന്നാണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത്. എന്താണ് ആദ്യത്തെ പോയിന്റ്? എന്തേലും കറണ്ട് അല്ലെ, കറണ്ട് കൂടുകയാണെങ്കിൽ താപനില എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ അല്ലെ, അതേപോലെ തന്നെ സമയം അല്ലെ, സമയം എന്ത് പ്രവഹിക്കുന്നുണ്ട്? താപനില, സമയം, കൂടുതൽ സമയം കറണ്ട് പ്രവഹിക്കുന്നത് കൊണ്ട് അല്ലെ, സമയം എടുക്കുകയാണെങ്കിൽ അല്ലെ, അതെന്താണ്? സമയം, ടൈം അല്ലെ, ടൈം കൂട്ടുകയാണെങ്കിൽ എന്താണ്? താപനില വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ കൂടുതൽ സമയം കറണ്ട് പ്രവഹിക്കുന്നത് കൊണ്ടല്ലേ താപനില വർദ്ധിച്ചത്? യെസ്, കൂടുതൽ സമയം കറണ്ട് പ്രവഹിച്ചത് കൊണ്ടാണ് താപനില വർദ്ധിച്ചത്. ഉൽപ്പാദിപ്പിച്ച താപവും വൈദ്യുതി പ്രവഹിച്ച സമയവും തമ്മിലുള്ള ബന്ധം പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായല്ലേ അല്ലെ. അപ്പോ നമ്മളിപ്പോ 2 ഫാക്ടറാണ് പഠിച്ചത്. ഒന്ന്, കറണ്ട് കൂടുമ്പോൾ താപനില കൂടുക. അതേപോലെ തന്നെ എന്താ? ഒരു ചാലകത്തിലൂടെ കൂടുതൽ സമയം കറണ്ട് പ്രവഹിക്കുകയാണെങ്കിൽ അവിടെയും എന്ത് കൂടുന്നുണ്ട്? താപം കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ഘടകമാണ് നോക്കാനായിട്ട് പോകുന്നത്. അതാണ് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തെ സ്വാധീനിക്കുന്ന മറ്റേതെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ? നമുക്ക് പരിശോധിക്കാം. അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. തുല്യ നീളവും 5 സെന്റിമീറ്റർ, തുല്യ ഛേദതല പരപ്പളവുമുള്ള നിക്രോം കമ്പിയും അലൂമിനിയം കമ്പിയും എടുക്കുക. ഇവ ഉപയോഗിച്ച് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പോലെ ഒരു സർക്യൂട്ട് ക്രമീകരിക്കുക. 9 വോൾട്ട് 50 വാട്ട് ഉള്ള എലിമിനേറ്റർ ഉപയോഗിച്ച് ഏകദേശം 2 മിനിറ്റ് സമയം സർക്യൂട്ടിലൂടെ കറണ്ട് കടത്തി വിടുക. അലൂമിനിയം കമ്പിയിലും നിക്രോം കമ്പിയിലും ഒരേ കഷ്ണം കനം കുറഞ്ഞ പേപ്പർ വെക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഘടകമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് കാണാനായിട്ട് പറ്റും. 9 വോൾട്ട് ബാറ്ററി അല്ലെ, 9 വോൾട്ടിന്റെ ബാറ്ററിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പൊ ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും അല്ലെ, ഇതിലൂടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഒരു അലൂമിനിയത്തിന്റെ വയറും പിന്നെ എന്താണ്? നിക്രോമിന്റെ വയറും, ഇവിടെ ഒരു അമ്മീറ്ററും റിയോസ്റ്റാറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം എന്താ? അലൂമിനിയം വയറിന്റെയും നിക്രോം വയറിന്റെയും നീളവും അല്ലെ, നീളവും ഛേദപരപ്പളവും എന്താണ്? തുല്യമാണ് അല്ലെ. അപ്പൊ ഇത് അലൂമിനിയം ആണ് എന്ന് വിചാരിക്കുക, ഇതെന്താണ്? ഇത് നിക്രോം ആണെന്ന് വിചാരിക്കുക. അതായത് രണ്ടിന്റെയും ഛേദപരപ്പളവും നീളവും എന്താണ്? തുല്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോകും അല്ലെ. അപ്പൊ ഇത് അലൂമിനിയം ആയിക്കോട്ടെ, ഇതെന്താണ്? ഇത് നിക്രോമും ആയിക്കോട്ടെ. അപ്പോ നമ്മൾ കറണ്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അലൂമിനിയത്തിലൂടെയും കറണ്ട് പോകും, അതുപോലെ തന്നെ നിക്രോമിലൂടെയും കറണ്ട് പോകും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ നിക്രോമിന്റെ വയറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ, നിക്രോമിന്റെ പ്രതിരോധം അല്ലെ, പ്രതിരോധം എന്തായിരുന്നു? നിക്രോമിന്റെ പ്രതിരോധം കൂടുതലായിരുന്നു അല്ലെ. അലൂമിനിയത്തിന്റെ പ്രതിരോധമോ? കുറവാണ് അല്ലെ, കുറവാണ്. പ്രതിരോധം കുറവാണ് അലൂമിനിയത്തിന്. നിക്രോമിന്റെ എന്താണ്? പ്രതിരോധം കൂടുതലും ആണ്. ഓക്കെ,
അപ്പൊ കറണ്ട് ഇങ്ങനെ പോവാണെന്ന് വിചാരിക്കുക. അലൂമിനിയത്തിലൂടെ കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ അലൂമിനിയത്തിന് എന്താ പ്രതിരോധം കുറവാണ് അല്ലെ. അപ്പോൾ കറണ്ടിന്റെ വേഗം എന്ത് ചെയ്യും, അതിലൂടെ കടന്നു പോകാനായിട്ട് പറ്റും. പക്ഷെ നിക്രോമിലേക്ക് വരുമ്പോഴോ, നിക്രോമിന് പ്രതിരോധം കൂടുതലാണ് അല്ലെ, പ്രതിരോധം കൂടുതലാണ്. അപ്പൊ കറണ്ടിന് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. കറണ്ടിന് പ്രതിരോധം ഉണ്ടാവില്ല. നിക്രോം കമ്പി എന്താണ്, പ്രതിരോധിക്കില്ല. അങ്ങനെ പ്രതിരോധിച്ച് ഈ നിക്രോം കമ്പിക്ക് എന്ത് സംഭവിക്കും, ചൂട് പിടിക്കും അല്ലെ. നന്നായിട്ട് എന്ത് ചെയ്യും, ചൂട് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാണാനായിട്ടോ അല്ലെങ്കിൽ ടച്ച് ചെയ്താലോ മനസ്സിലാവും. അപ്പൊ ടച്ച് ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, നിക്രോം കമ്പിക്ക് എന്താണ്, പ്രതിരോധം കൂടുതൽ ഉള്ളത് കൊണ്ട് അത് നന്നായിട്ട് ചൂട് പിടിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, റെഡ് ഹോട്ട് കണ്ടീഷൻ അല്ലെ. നല്ല ചുവന്ന രീതിയിൽ, നല്ല ചുവന്ന് തുടുത്ത രീതിയിൽ അത്രക്കും ചൂടായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ. ഓക്കെ, ഇനി ഏത് ചാലകമാണ് കൂടുതൽ ചൂടായത്? ഏത് ചാലകമായിരിക്കും കൂടുതൽ ചൂടായത്? നമ്മുടെ നിക്രോം കമ്പിയാണ് അല്ലെ. നമ്മുടെ നിക്രോം കമ്പിയാണ് കൂടുതൽ ചൂടായത്. നിക്രോം കമ്പിയിലും അലൂമിനിയം കമ്പിയിലും കറണ്ടിന്റെ അളവ് തുല്യമാണോ വ്യത്യാസമാണോ? എങ്ങനെയുള്ളത്? ഇവിടെ കറണ്ട് 9 വോൾട്ട് അല്ലെ, 9 വോൾട്ടിന്റെ ബാറ്ററിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അലൂമിനിയം കമ്പിയിലൂടെയും നിക്രോം കമ്പിയിലൂടെയും പോകുന്ന കറണ്ട് എന്തായിരിക്കും? കറണ്ട് തുല്യം തന്നെയാണ് അല്ലെ. കറണ്ട് തുല്യം തന്നെ ആണ്. നിക്രോം കമ്പിയുടെയും അലൂമിനിയം കമ്പിയുടെയും പ്രതിരോധം തുല്യമാണോ? അല്ല. പ്രതിരോധം എന്താണ്, വ്യത്യസ്തമാണ് അല്ലെ. കറണ്ട് പോകുന്നത് അല്ലെ, ഇവിടെ 9 വോൾട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ 9 വോൾട്ട് ആണ് അലൂമിനിയത്തിലും നിക്രോമിലും എത്തുക. പക്ഷെങ്കിൽ പ്രതിരോധം എന്താ, പ്രതിരോധം വ്യത്യാസമാണ്. നിക്രോം കമ്പിക്കാണ് പ്രതിരോധം കൂടുതൽ. ആരേക്കാളും? അലൂമിനിയം കമ്പിയേക്കാളും പ്രതിരോധം കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേറൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട് അല്ലെ. അടുത്ത ഘടകം എന്തായിരിക്കും? നമ്മുടെ പ്രതിരോധമായിരിക്കും അല്ലെ. അപ്പൊ ഈ താപനിലയെ ആശ്രയിക്കുന്ന മറ്റേ ഘടകം ആരാണ്? പ്രതിരോധം ആണ്. അപ്പൊ അലൂമിനിയം കമ്പിയേക്കാൾ പ്രതിരോധം കൂടുതൽ ആയതുകൊണ്ടല്ലേ നിക്രോം കമ്പി കൂടുതൽ ചൂടായത്. കറണ്ട് പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം പ്രതിരോധമാണ്. എന്താണ്? കറണ്ട് പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ കൂടി ഉൽപ്പാദിക്കുന്ന താപത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ആരാണ്? പ്രതിരോധമാണ്. അപ്പോൾ നാം ചെയ്ത പരീക്ഷണങ്ങളിൽ നിന്നും കറണ്ട് പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് കുറിക്കുക അല്ലെ. ഏതൊക്കെയാണ് ഘടകങ്ങൾ? നമ്മൾ ആദ്യം കണ്ടു എന്താണ്, അതാണ് കറണ്ട് അല്ലെ. പിന്നെ എന്താണ്? പ്രതിരോധമുണ്ട് അല്ലെ. കറണ്ട് ഉണ്ട്, പ്രതിരോധമുണ്ട്. പിന്നെ എന്താണ്? നമ്മുടെ ചാലകത്തിലൂടെ പോകുന്ന അല്ലെ കറണ്ടിന്റെ എന്താണ്? സമയം അല്ലെ. സമയം അല്ലെങ്കിൽ ടൈം അല്ലെ, ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളെയാണ് ആരാശ്രയിക്കുന്നത്? നമ്മളുടെ ചാലകത്തിലൂടെ പോകുന്ന അല്ലെ, ചാലകത്തിലൂടെ കറണ്ട് പ്രവഹിക്കുകയാണെങ്കിൽ ആ താപത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കറണ്ട് ഉണ്ട്, പ്രതിരോധമുണ്ട്, പിന്നെ എത്ര സമയത്തേക്കാണ് ആ ഒരു കറണ്ട് ആ ഒരു ചാലകത്തിലൂടെ പോകുന്നത് എന്നുള്ളതുമാണ് 3 ഘടകങ്ങൾ. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് ഉണ്ട് R അല്ലെ, പ്രതിരോധമുണ്ട്, പിന്നെ എന്താണ്? സമയമുണ്ട്, IRT. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. കറണ്ട് ഉണ്ട്, പ്രതിരോധമുണ്ട്, സമയം ഉണ്ട്. ഓക്കെ, യെസ്. ഇനി വൈദ്യുതവാഹിയായ ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപവും താപത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞനാണ്. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്? ഒരു താപം ഉണ്ടാവും അല്ലെ. ആ താപത്തിനെയും ആ താപത്തിന്റെ അളവിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ച ആളാണ് ആര്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അപ്പൊ ഇത്രയും വലിയ പേര് പഠിക്കണം എന്നൊന്നുമില്ല, പക്ഷേ ഈ ജൂള് എന്നുള്ള വാക്ക് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ, ജൂൾ. കാരണം ആ ഒരു ലോ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ജൂൾ നിയമം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതിപ്പോ എന്തെങ്കിലും ഒരു വയറാണെന്ന് വിചാരിക്കും. ഇതിലൂടെ കറണ്ട് പ്രവഹിക്കുകയാണെങ്കിൽ എന്താവും? ഇവിടെ ഒരു താപം ഉണ്ടാവും അല്ലെ. ഈ താപം എന്തിനൊക്കെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ള ഘടകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. താപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹീറ്റ് അല്ലെ. ഹീറ്റ്, അതുകൊണ്ട് H എന്നുള്ള ലെറ്റർ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ താപം എന്ന് പറയുന്നത് ആർക്കൊക്കെ
ആരെയൊക്കെ ആയിരുന്നു ആശ്രയിച്ചിട്ടുള്ളത്? ഒന്ന് കറണ്ടിനെ ആശ്രയിച്ചിട്ടുണ്ട്, മറ്റേത് ആരെയാണ് ആശ്രയിച്ചിട്ടുള്ളത്? ഒന്ന് പ്രതിരോധത്തെ ആശ്രയിച്ചിട്ടുണ്ട്, വേറെ ആരെയാണ് ആശ്രയിച്ചിട്ടുള്ളത്? നമ്മുടെ സമയത്തെയും ആശ്രയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജൂൾ നിയമം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി ഇങ്ങനെ പ്രവഹിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു താപം ഉണ്ടല്ലോ അല്ലെ, അവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു താപം എന്ന് പറയുന്നത് ഈ ഒരു ചാലകത്തിലൂടെയുള്ള പോകുന്ന ഒരു കറണ്ട് ഉണ്ടല്ലോ, കറണ്ട്, ഈ കറണ്ടിനെ എങ്ങനെയാണ് നേരനുപാതത്തിലാണ്, എങ്ങനെയാണുള്ളത്? ഈ കറണ്ടിന്റെ വർഗത്തിന് നേരനുപാതത്തിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ താപം എങ്ങനെയാണ്? പ്രതിരോധത്തിനും നേരനുപാതത്തിലാണ് ഉള്ളത്. പിന്നെ എന്താണ്? സമയത്തിനും എന്താണ്? നേരനുപാതത്തിലുമാണ് ഉള്ളത്. ഓക്കെ, ഇതിനെയാണ് ജൂൾ നിയമം എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? നമുക്കൊരു താപം ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഈ ഒരു താപം എന്തിനെയൊക്കെയാണ് ആശ്രയിച്ചിട്ടുള്ളത്? ഈ ഒരു താപം എന്ന് പറയുന്നത് കറണ്ടിന്റെ വർഗത്തിനും പ്രതിരോധത്തിനും സമയത്തിനും എങ്ങനെയാണുള്ളത്? നേരനുപാതത്തിലാണ് ഉള്ളത്. ഇതിനെയാണ് നമ്മൾ ജൂൾ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു മഞ്ഞ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കിയൊക്കെ. വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് ചാലകത്തിലൂടെയുള്ള കറണ്ടിന്റെ വർഗത്തിനും I², ചാലകത്തിന്റെ പ്രതിരോധത്തിനും R, വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും T നേരനുപാതത്തിലായിരിക്കും. ഇതാണ് ജൂൾ നിയമം. ഇതിനെയാണ് നമ്മൾ ജൂൾ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ I² ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാം. ജൂളിന്റെ നിയമമാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. അതാണ് H is equal to I² RT. H is equal to എന്താണ്? I² RT. H എന്ന് വെച്ച് കഴിഞ്ഞാല് താപം അല്ലെ, I എന്ന് വെച്ച് കഴിഞ്ഞാല് കറണ്ട്, R എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധം, T എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ചാലകത്തിലൂടെ കറണ്ട് പ്രവഹിക്കുന്ന സമയം അല്ലെ. അപ്പൊ R പ്രതിരോധമുള്ള ഒരു ചാലകത്തിൽ I കറണ്ട് T സമയം പ്രവഹിക്കുകയാണെങ്കിൽ ജൂൾ നിയമം അനുസരിച്ച് ഉൽപ്പാദിക്കുന്ന താപത്തിന്റെ അളവാണ് എന്ത്? H equal to I² RT. H is equal to I² RT. ഇതിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. ക്യാപിറ്റൽ ലെറ്റർ J വെച്ചാണ് നമ്മൾ രേഖപ്പെടുത്താറ്. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ആണ്. കാരണം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. ഇനി നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 100 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിൽ കൂടി 0.5 ആംപിയർ വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്രയായിരിക്കും? ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 100 ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 100 ഓം ആണ്. പിന്നെ എന്താണ് കൂടി? 0.5 ആംപിയർ. 0.5 ആംപിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് I ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 0.5 ആംപിയർ ആണ് അല്ലെ. പിന്നെ എന്താണ്? 5 മിനിറ്റ് സമയം അല്ലെ, സമയം തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? 5 മിനിറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ഓം ആണ്, കറണ്ടിന്റെ ആംപിയർ ആണ്. സമയത്തിന്റെ മിനിറ്റ് ആണോ? അല്ല, സമയത്തിന്റെ എന്താണ്? സെക്കൻഡ് ആണ് അല്ലെ. സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 60 ചെയ്യണം അല്ലെ. അപ്പൊ 5 × 60, 5 × 60 എത്രയാണ്? 300 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 300 സെക്കൻഡ് എന്ന് കിട്ടി, സമയവും കിട്ടി. ഇനി എന്താ കണ്ടത്? ഉൽപ്പാദിപ്പിക്കുന്ന താപം അല്ലെ, താപമാണ് കാണേണ്ടത്. താപം കാണേണ്ട ഇക്വേഷൻ എന്താ? H is equal to I² RT. H is equal to I² RT is equal to I എന്താണ്? 0.5 അല്ലെ. വെറും 0.5 ആണോ? അല്ല, I². അപ്പൊ 0.5 × 0.5 അല്ലെ. അപ്പൊ 0.5 × 0.5 ഇൻറ്റു R എത്രയാണ്? R is 100 ഇൻറ്റു T എത്രയാണ്? 300 is equal to 300. ഇനി നോക്ക്, 0.5 × 0.5 എത്രയാ? 5 × 5 എത്രയാ? 25 ആണ്. പക്ഷെ വെറും 5 ആണോ ഇത്? അല്ല, പോയിന്റ് ഉണ്ട് അല്ലെ. എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട്? 1 ഇവിടെ, 2 ഇവിടെ അല്ലെ. അപ്പൊ 2 ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് 2 നമ്പേഴ്സ് കഴിഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ 0.25 ഇൻറ്റു എത്ര വരും? 300 × 100. അപ്പൊ 4 സീറോസും വരും അല്ലെ. 3ഉം 4 സീറോസും. ഇനി 25 × 3 എത്രയാണ്? 25 × 3 is 75 ആണ് അറിയാം അല്ലെ. പിന്നെ എത്രയാണ്? 1 2 3 4 1 2
4 സീറോസും വന്നു. പക്ഷെ ഈ പോയിന്റ് നമ്മൾ നോക്കിയിട്ടില്ല അല്ലെ, ഇനി പോയിന്റ് ഇടണം അല്ലെ. എത്ര പോയിന്റ് ആണുള്ള 1 2 അല്ലെ, 1 2. അപ്പൊ 1 2, അപ്പോ പോയിന്റ് എവിടെ വരും? ഇവിടെ വരും. അപ്പൊ നമ്മുടെ ആൻസർ ആണ് 7500 ജൂൾ എന്ന് കിട്ടി. 7500 ജൂൾ എന്ന് കിട്ടി. ഇനി അടുത്ത, ഈ ചാലകത്തിൽ 1 ആംപിയർ വൈദ്യുതി 5 മിനിറ്റ് പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് എത്ര? അല്ലെ, ഇനി ഇവിടെ എന്താണ് മാറ്റിയിട്ടുള്ളത്? കറണ്ട് മാറ്റിയിട്ടുണ്ട് അല്ലെ. കറണ്ട് എത്രയാക്കി മാറ്റിയിട്ടുണ്ട്? 5 ആംപിയറിൽ നിന്നും 1 ആംപിയർ ആക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ് ഉള്ളത് അല്ലെ. അപ്പൊ 1 × 1 × 6 100 ആണ് അല്ലെ. 100 × t എത്രയാണ്? 300 ആണ് അല്ലെ. അപ്പൊ എത്ര വരും? 300 × 100 അല്ലെ. 300 × 100 എത്രയാ? 3യും എത്ര സീറോസും? 4 സീറോസും വന്നു. ഇത്രയും ജൂൾ എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? കറണ്ട് 0.5 ആംപിയർ ആയപ്പോ നമ്മളുടെ ഹീറ്റ് എത്രയാ? 7500 എന്ന് കിട്ടി. കറണ്ട് 1 ആംപിയർ ആയപ്പോ നമുക്ക് കിട്ടിയ ഹീറ്റ് എത്രയാണ്? 30,000 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കേ, കറണ്ടിന് എന്താക്കിയിട്ടുണ്ട്? 0.5 1ലേക്ക് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇരട്ടി ആക്കിയിട്ടുണ്ട് അല്ലെ. 2 ടൈംസ് ആണ് ആക്കിയിട്ടുള്ളത്. കറണ്ട് 2 ഇരട്ടി ആവുമ്പോ ചൂടിന് എന്താ സംഭവിക്കുന്നത്? ചൂട് കൂടുന്നുണ്ട് അല്ലെ. ചൂട് എത്ര മടങ്ങാണ് കൂടിയിട്ടുള്ളത്? 7500 എത്ര മടങ്ങാണ്? 3000. 4 മടങ്ങാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 7500 × 4 എത്ര വരും? 5 4 22, 7 4 28 + 2 30 അല്ലെ. അപ്പൊ എത്ര കിട്ടി? 4 മടങ്ങ് അല്ലെ. കറണ്ട് 2 മടങ്ങാക്കിയപ്പോ ചൂട് അല്ലെങ്കിൽ താപം എത്ര മടങ്ങാക്കിയിട്ടുണ്ട്? 4 അല്ലെ. 4 മടങ്ങായി മാറിയിട്ടുണ്ട്. 4 മടങ്ങായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് 2 മടങ്ങാവുമ്പോൾ താപം എത്രയായിട്ടുണ്ട്? 4 മടങ്ങായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചിട്ടും എത്ര മടങ്ങായിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാവുന്നതേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ കറണ്ട് ഇരട്ടിയാക്കിയപ്പോൾ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം 4 മടങ്ങ് ആയല്ലോ. അങ്ങനെയെങ്കിൽ കറണ്ട് പകുതിയാക്കി കഴിഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപമോ? എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കറണ്ട് അല്ലെ. ആദ്യം നമുക്ക് ഞാനൊരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന പഠിപ്പിച്ചു തരാം. അപ്പൊ H = എന്താണ്? I² RT ആണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ എന്താണ്? കറണ്ട് 2 മടങ്ങാക്കിയിട്ടുണ്ട് അല്ലെ. കറണ്ട് 2 മടങ്ങാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ H = Iക്ക് പകരം ആരാ? 2I ആണ് അല്ലെ. 2 മടങ്ങാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്ക്വയറും ഉണ്ട്, പിന്നെ ഒരു R ഉം T ഉം അല്ലെ. അപ്പൊ 2ന്റെ സ്ക്വയർ എത്രയാ? 4 അല്ലെ. Iന്റെ സ്ക്വയർ I² തന്നെ RT. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, കറണ്ട് 2 മടങ്ങാക്കിയപ്പോ ചൂട് അല്ലെങ്കിൽ താപം എത്രയായിട്ടുണ്ട്? 4 മടങ്ങ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ പറഞ്ഞത്? കറണ്ട് പകുതിയായി കുറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപമോ? കറണ്ട് പകുതി ആയിട്ടുണ്ട് അടുത്തത് അല്ലെ. കറണ്ട് നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. H = I² RT ആണ്. കറണ്ട് എത്രയായിട്ടുണ്ട്? പകുതി ആയിട്ടാണ് മാറിയത്. പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? Iന്റെ പകുതിയായി മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. H = Iക്ക് പകരം ആരാ ഉള്ളത്? I/2 പകുതിയായി മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ I/2ന്റെ എന്താണ്? സ്ക്വയറും പിന്നെ ഒരു R ഉം T ഉം വന്നു അല്ലെ. അപ്പൊ I² 2ന്റെ സ്ക്വയർ 4 × RT എന്ന് കിട്ടി. അപ്പൊ H = I² R/T. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി എത്ര മടങ്ങായിട്ടാ മാറിയിട്ടുള്ളത്? മേലൊരു 1 ഉണ്ടാവില്ലേ. അപ്പൊ 1/4 അല്ലെ. അപ്പൊ എന്താണ്? 4/1 മാറിയിട്ടുണ്ട്. എത്രയായി മാറിയിട്ടുണ്ട്? 4/1 മാറിയിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇവിടെ കറണ്ട് 3 ഇരട്ടിയാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ താപം എന്തായി മാറിയിട്ടുണ്ടാവും? താപം 9 ഇരട്ടിയായി മാറിയിട്ടുണ്ടാവും അല്ലെ. താപം 9 ഇരട്ടി. കാരണം I അല്ലെ. 3Iന്റെ സ്ക്വയർ എത്രയാ? 9I². അപ്പൊ 9 മടങ്ങായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. ഇനി വീടുകളിൽ സാധാരണമായി ഉപയോഗിക്കുന്ന വൈദ്യുതോപകരണങ്ങൾ 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്നവയല്ലേ? ആണ് കേട്ടോ. നമ്മൾ 230 വോൾട്ടിലാണ് വീടുകളിൽ സാധാരണമായി ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു താപനോപകരണത്തിന്റെ പ്രതിരോധം 920 ഓം ആണെങ്കിൽ 10 മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് എത്ര? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. 230 വോൾട്ട് അതെന്തായിരിക്കും? നമ്മളുടെ V ആണ് അല്ലെ. V എത്ര തന്നിട്ടുണ്ട്? 230 V. അടുത്ത ഒരു താപോപകരണത്തിന്റെ പ്രതിരോധം തന്നിട്ടുണ്ട്. R തന്നിട്ടുണ്ട് അല്ലെ. R എത്രയാണ്?
920 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 10 മിനിറ്റിൽ ഉൽപ്പാദിക്കുന്ന സമയവും തന്നിട്ടുണ്ട് അല്ലെ. സമയം എത്രയാണ്? 10 മിനിറ്റ് ആണ്. ഇതിനെ സെക്കൻഡിലാക്കാൻ ഇൻറ്റു 60 ചെയ്താൽ മതി അല്ലെ. അപ്പൊ 10 × 60, 10 × 60 എത്ര കിട്ടി? 600 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ കണ്ടത്? ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവാണ് കാണേണ്ടത് അല്ലെ. താപത്തിന്റെ അളവ്. അപ്പൊ H ആണ് കാണേണ്ടത് അല്ലെ. അപ്പൊ H is equal to എന്താണ് നമ്മുടെ ഇക്വേഷൻ? I² RT. I² RT. പക്ഷെ ഇവിടെ I തന്നിട്ടുണ്ടോ? ഇല്ല, I തന്നിട്ടില്ല. പക്ഷെ നമുക്ക് I കണ്ടുപിടിക്കാം അല്ലെ. I എങ്ങനെയാ കണ്ടുപിടിക്കാം? നമ്മളുടെ ഓംസ് നിയമം അല്ലെ. ഓം നിയമം അറിയാമല്ലോ അല്ലെ. എന്തായിരുന്നു? V is equal to IR ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ I is equal to എന്തായിരിക്കും? V/R ആയിരിക്കും. I is equal to V/R ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കറണ്ട് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ I is equal to V എത്രയാണ്? 230/R എത്രയാണ്? R is 920 ആണ് അല്ലെ. ഈ 0 0 വെട്ടി 23/92. 23/92 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം 0.25 എന്നാണ് കറണ്ട് കിട്ടാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇട്ട് കൊടുത്താൽ പോരെ? യെസ്. അപ്പൊ എന്ത് കിട്ടി? H is equal to Iക്ക് പകരം എന്താണ്? 0.25 അല്ലെ. 0.25ന്റെ സ്ക്വയർ. അപ്പൊ രണ്ടും കൂടി ചെയ്യണം അല്ലെ. 0.25 ഇൻറ്റു R എത്രയാണ്? R is 920 ഇൻറ്റു ഇവിടെ എന്താണ്? T ഉണ്ട് അല്ലെ. T എത്രയാണ്? 600 എന്ന് കിട്ടി അല്ലെ. T is equal to 600 എന്ന് കിട്ടി. അപ്പൊ 0.25 ഇൻറ്റു 0.25 എത്ര കിട്ടി? 0.0625 അല്ലെ. 625 അല്ലെ. 25 × 25 625 അല്ലെ. അപ്പൊ നമുക്ക് ഏകദേശം ഈ ഒരു വാല്യൂ ആയിട്ടാ കിട്ടുക അല്ലെ. 2 പോയിന്റ് ആയിട്ട് ഇങ്ങനെ കിട്ടി. പിന്നെ എന്താണ്? ഒരു 920 ഉണ്ട്, പിന്നെ ഒരു 600 ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക്, ഞാനിത് ചെയ്ത് കാണിക്കുന്നില്ല, അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ ആണ് 345,000. 345,000 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇത്രയും ജൂൾ ഹീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 345,000 ഇത്രയും ജൂൾ ഹീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇങ്ങനെ അല്ലാണ്ട് വേറൊരു രീതിയിലും കൂടി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വേറെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേടിക്കൊന്നും വേണ്ട. ഞാൻ ചെയ്തതില് ഒരു 0 കൂടിപ്പോയിന് എന്ന് വിചാരിക്കുന്നു അല്ലെ. ഞാൻ ഇൻറ്റു ചെയ്തില്ലേനാ. അപ്പൊ H is equal to എന്തൊക്കെയോ 0.625 ഇൻറ്റു 920 ഇൻറ്റു 600 ഒക്കെ ചെയ്തിട്ട് ഒരു 0 കൂടിയിട്ടുണ്ട് എന്ന് തോന്നാം കേട്ടോ. ശരിക്കും ആൻസർ 345,000. ഇത്രയാണ്. ഒരു 0 കൂടി എക്സ്ട്രാ ഇട്ട് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. അതൊന്ന് ക്ലിയർ ആക്കണേ നിങ്ങൾ. ഇടുമ്പോ അപ്പടങ്ങ് ഇട്ട് പോയതാ കേട്ടോ. ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, പേപ്പറിൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇടുമ്പോ പെട്ടെന്ന് അങ്ങ് ഇട്ട് പോയതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. അപ്പോ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു മെത്തേഡ്, ഞാൻ ഇപ്പൊ ചെയ്ത് കാണിച്ച മെത്തേഡ് അല്ലാണ്ട് വേറൊരു മെത്തേഡും കൂടി നമ്മളുടെ കയ്യിലുണ്ട് അല്ലെ. അതാണ് അടുത്ത നോക്കാനായിട്ട് പോകുന്നത്. അതാണ് H is equal to I² RT ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്തറിയാം? V is equal to IR ആണെന്ന് അറിയാം. I equal to എന്താണ്? V/R ആണെന്ന് അറിയാം. ഇതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് കറണ്ടിനെ കണ്ടുപിടിച്ചത്. അങ്ങനെ അല്ലാണ്ട് ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അതാണ് Iക്ക് പകരം V/R ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എന്താവും? H is equal to V/R അല്ലെ. V/R സ്ക്വയർ ഉണ്ടാവും അല്ലെ. I V/R ആണെങ്കിൽ I², V²/R². അപ്പൊ V² R², പിന്നെ ഇവിടെ ഒരു R ഉണ്ട്, T ഉണ്ട് അല്ലെ. ഒരു R ഉണ്ട്, T ഉണ്ട്. അപ്പൊ ഈ ഒരു R ഉം ഈ താഴത്തെ ഒരു R ഉം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം V² T/R എന്നാണ് അല്ലെ. V² T/R. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. V² T/R എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് V എത്രയാ? 230 ആണ് അല്ലെ. 230 × 230 × 10 × 60/920 ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 345,000 ഇത് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ ചെയ്ത എന്താ? V/R എന്താണെന്ന് കണ്ടുപിടിച്ച് നേരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെ. ഇവിടെ എന്താണ്? നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് അല്ലെ. അതാണ് V² T/R. ഇപ്പൊ നിങ്ങൾക്ക് കറണ്ട് തന്നിട്ടില്ല എങ്കിൽ V² T/R യൂസ് ചെയ്യാം. അല്ല, നിങ്ങൾ കറണ്ട് കണ്ടുപിടിച്ച് ഈ ഒരു Hന് കാണുന്നതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ്. കാരണം നമ്മൾ ഓംസ് ലോ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയതാണ്. ഇനി അതല്ലാണ്ട് വേറൊരു ഇക്വേഷൻ കൂടി നമുക്ക് അതിൽ നിന്നും എഴുതാം. അതാണ് H is equal to
ഐ സ്ക്വയർ ആർ ടി ആണ് എന്നറിയാം അല്ലെ. അപ്പോൾ ഇതിൽ നിന്ന് ഐനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഐ സ്ക്വയറിന് അവിടെ തന്നെ വെച്ച് ആറിനെ ഞാൻ മാറ്റാൻ പോവാണ്. വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണെന്ന് അറിയാം. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു എന്താണ്, വി ബൈ ഐ ആയിരിക്കും. അപ്പൊ ആറിന് പകരം വി ബൈ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ടിയും ഉണ്ട് അല്ലെ, അപ്പൊ ഒരു ഐയും വെട്ടിക്കഴിഞ്ഞ് എന്ത് കിട്ടി, വി ഐ ടി എന്ന് കിട്ടും, വി ഐ ടി എന്ന് കിട്ടും. അപ്പൊ എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇക്വേഷൻ തന്നെ പഠിച്ചാൽ മതി. നമ്മുടെ മെയിൻ ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ വി ഈക്വൽ ടു ഐ ആർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ഫോംസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഉണ്ട്, വി സ്ക്വയർ ടി ബൈ ആർ ഉണ്ട്, വി ഐ ടി ഉണ്ട്. എല്ലാം എന്താണ്, സെയിം തന്നെയാണ് അല്ലെ. ഓംസ് ലോയിലെ വിനെയും ഐനെയും ആറിനെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ട് കിട്ടിയതാണ് നമുക്ക് ഈ ഒരു സംഗതി. ഓക്കെ, ഇവിടെ ഇവര് വി സ്ക്വയർ ടി ബൈ ആർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വി ബൈ ഐ കറണ്ടിനെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ആ ഒരു വാല്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, എൻ്റെ കൂടെ ഒരു എക്സ്ട്രാ സീറോ മുന്നേത്തേൽ ഇട്ട് പോയിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോ, കാരണം നമുക്ക് ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി ചെയ്തു വരികയാണെങ്കിൽ ഭയങ്കര ലെങ്തി ആയിപ്പോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.